സ്ട്രാറ്റജി ഫോർമുലേഷൻ അല്ലെങ്കിൽ സ്ട്രാറ്റജി മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രാറ്റജി ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ടു ഗൈഡ് എക്സിക്യൂട്ടീവ്സ് ഇൻ ഡിഫൈനിങ് ദി ബിസിനസ് ദെയർ കമ്പനി ഈസ് ഇൻ. ഒരു ബിസിനസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നതിലേക്ക് നയിക്കുന്ന ഒന്നാണ് സ്ട്രാറ്റജി ഫോർമുലേഷൻ. അതുപോലെ എയിംസ് ഇറ്റ് വാണ്ട്സ് ടു അച്ചീവ്, എന്തൊക്കെ എയിംസാണ് അച്ചീവ് ചെയ്യാനുള്ളത്, ആൻഡ് ദ മീൻസ് ഇറ്റ് വാണ്ട്സ് ടു യൂസ്, ഇത് അച്ചീവ് ചെയ്യാൻ ഏത് മീൻസ് നമ്മൾ യൂസ് ചെയ്യണം അറ്റൈനിങ് ദീസ് എയിംസ് എന്നൊക്കെ വ്യക്തമാക്കുന്ന ഒന്നാണ് സ്ട്രാറ്റജി ഫോർമുലേഷൻ. സ്ട്രാറ്റജി ഫോർമുലേഷൻ എന്ന് പറയുന്നത് ഒരു ലോങ് റേഞ്ച് പ്ലാനിങ് ആണ്. സ്ട്രാറ്റജി ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. ഇത് പിന്നെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൻ്റെ അനാലിസിസിന് ശേഷം നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. സ്ട്രാറ്റജി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജി ഫോർമുലേഷൻ ബിഗിൻ ചെയ്യുന്നു. ബിഗിൻ ചെയ്യുന്ന സമയത്ത് വിത്ത് ഡിഫൈനേഷൻ ഓഫ് കമ്പനി മിഷൻ, കമ്പനിയുടെ മിഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ആൻഡ് പർപ്പസ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഓർ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഓർ ദി ഗോൾസ് നമ്മൾ നിശ്ചയിക്കണം. ഫോളോഡ് ബൈ, അത് എന്തിനു ശേഷമാണ് നടത്തേണ്ടത്? എൻവയോൺമെൻറ്റൽ അനാലിസിസിന് ശേഷമാണ്. എൻവയോൺമെൻറ്റൽ അനാലിസിസ്, അതുപോലെ കോർപ്പറേറ്റ് അപ്രൈസൽ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് ബിസിനസ് എൻവയോൺമെൻറ്റിൽ പഠിച്ചതാണ്. അപ്പോൾ എന്താണ് എൻവയോൺമെൻറ്റ് അനാലിസിസ് എന്നും എന്തൊക്കെയാണ് കോർപ്പറേറ്റ് അപ്രൈസൽ എന്നും ടെക്നിക്സൊക്കെ എന്താണെന്ന് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ പുറമെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ്സ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തേണ്ടി വരും. അതുപോലെ എൻഡ്സ് വിത്ത് ചോയ്സ്, സ്ട്രാറ്റജിക് ചോയ്സ് എന്നുള്ള ഭാഗം നമ്മളിത് ഡിസ്കസ് ചെയ്യേണ്ടി വരും. നമ്മൾ ആദ്യമായി എന്തൊക്കെയാണ് മിഷൻ എന്താണ്, വിഷൻ എന്താണ്, ഗോൾസ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പറയാം. മിഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പർപ്പസ് ഐഡൻറ്റിഫൈസ് ദി ബേസിക് ഫങ്ഷൻ. ഒരു കമ്പനി എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് സൂചിപ്പിക്കുന്ന പർപ്പസിനെയാണ് മിഷൻ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ടാസ്ക് ഓഫ് എൻ എൻ്റർപ്രൈസ്, എന്താണ് ഒരു എൻ്റർപ്രൈസ് ഏറ്റെടുത്ത ടാസ്ക് എന്ന് സൂചിപ്പിക്കുന്നതാണ് മിഷൻ. ഓരോ ഓർഗനൈസേഷനും പർപ്പസ് ഉണ്ടായിരിക്കും. സോ ദാറ്റ് ഈസ് വർക്കിംഗ് ബിക്കം മീനിങ് ഫുൾ, എന്നാൽ മാത്രമേ അതിൻ്റെ പ്രവർത്തനങ്ങൾ മീനിങ് ഫുൾ ആവുള്ളൂ. ദ പർപ്പസ് ഓർ മിഷൻ ഈസ് അസൈൻ ടു എവരി ഓർഗനൈസേഷൻ ബൈ ദി സൊസൈറ്റിയാണ് അതിൻ്റെ പർപ്പസ് നിശ്ചയിക്കുന്നതിന് കാരണമാകുന്നത്. ദ പർപ്പസ് ഓഫ് ബിസിനസ് ഈസ് ടു പ്രൊഡ്യൂസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഗുഡ്സ് ആൻഡ് സർവീസ്. ഒന്നുകിൽ എന്താവാം, പ്രൊഡ്യൂസ്, ഡിസ്ട്രിബ്യൂട്ട് ഗുഡ്സ് ആൻഡ് സർവീസ് ആയിരിക്കും ബിസിനസിൻ്റെ പർപ്പസ്. ദ പർപ്പസ് ഓഫ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ടു കൺസ്ട്രക്ട് ആൻഡ് മെയിൻറ്റെയിൻ റോഡ്. നമ്മൾ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പണി എന്താ? റോഡ് പണി നടത്തുക എന്നുള്ളതാണ്. ദ പർപ്പസ് ഓഫ് കോർട്ട് എന്താ? ഇൻ്റർപ്രിറ്റ് ആൻഡ് അപ്ലൈ ലോസ് എന്നുള്ളതാണ്. അങ്ങനെ ഓരോന്നിനും പർപ്പസ് ഉണ്ടാകും. പർപ്പസ് ഈസ് സ്റ്റാൻഡിങ് പ്ലാൻ ഇൻ എ ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ സ്റ്റാൻഡിങ് പ്ലാനാണ് പർപ്പസ് എന്ന് പറയുന്നത്. which defines its basic purpose in the light of which other actions are designed. മറ്റ് ആക്ഷൻസ് അതിൻ്റെ വെളിച്ചത്തിൽ ഡിഫൈൻ ചെയ്യുന്നതാണ് പർപ്പസ് എന്ന് പറയുന്നത്. An organization which defines its basic purpose in the light of which other actions are designed എന്നാണ്. ഒരു പർപ്പസിൻ്റെ ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ ആക്ഷൻസ് ഏതൊക്കെയായിരിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓർഗനൈസേഷൻ്റെ പർപ്പസ് കൺസിസ്റ്റ് ഓഫ് എ ലോങ് ടേം വിഷൻ ഉണ്ടായിരിക്കും. സീക്സ് ടു ഡു ആൻഡ് ദി റീസൺ വൈ ഇറ്റ് എക്സിസ്റ്റ്. എന്തിനാണ് ഒരു ഓർഗനൈസേഷൻ നിലകൊള്ളുന്നത് എന്നതിൻ്റെ മറുപടി ആയിരിക്കും അതിൻ്റെ മിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷൻ്റെ മിഷൻ ഇൻഡിക്കേറ്റ്സ് എക്സാക്ട്ലി വാട്ട് ആക്ടിവിറ്റീസ് ദ ഓർഗനൈസേഷൻ ഇൻറ്റൻഡ് ടു എൻഗേജ് ഇൻ നൗ ആൻഡ് ഇൻ ഫ്യൂച്ചർ. The basic question is to answered by an organization are what business we are in. നമ്മൾ എന്ത് ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത്. വാട്ട് വിൽ അവർ ബിസിനസ് ബി, എന്തൊക്കെയായിരിക്കണം നമ്മുടെ ബിസിനസ്. ഹൂ ആർ അവർ കസ്റ്റമേഴ്സ്, ആരൊക്കെ ആയിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സ്. വാട്ട് ആർ അവർ വാല്യൂസ് ആൻഡ് ബിലീവ്സ്. വാട്ട് വിൽ ബി അവർ യൂട്ടിലിറ്റി ടു ദി സൊസൈറ്റി എന്ന് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ കിട്ടുന്നത് മിഷൻ സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ്. അപ്പോൾ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്
ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റ്സ് ബേസിക് ഗോൾസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഗൈഡിങ് ഫിലോസഫീസ്. ഇറ്റ്സ് പർപ്പസ് ഈസ് ടു സെറ്റ് ദി ഓർഗനൈസേഷണൽ കോണ്ടെക്സ്റ്റ് വിത്തിൻ വിച്ച് സ്ട്രാറ്റജിക് ഡിസിഷൻ വിൽ ബി മെയ്ഡ്. നമ്മൾ സ്ട്രാറ്റജിക് ഡിസിഷൻ മെയ്ഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യുന്ന ഒരു പർപ്പസാണ് മിഷൻ എന്ന് പറയുന്നത്. മിഷൻ എന്ന് പറയുന്നത് വൺസ് ഫോർമുലേറ്റഡ് എന്ന് പറഞ്ഞാൽ അത് ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെനി ഇയേഴ്സിൽ നമുക്ക് അത് തന്നെയാണ് ഉപയോഗപ്പെടുത്തുക. മിഷന് 2-3 എക്സാമ്പിൾസ് നോക്കാം. ഒരു HCLൻ്റെ മിഷൻ എന്താണെന്ന് പറഞ്ഞാൽ ടു ബി വേൾഡ് ക്ലാസ് കോമ്പറ്റീറ്റർ. ലോകത്തെ ഏറ്റവും മികച്ചൊരു കോമ്പറ്റീറ്ററായി മാറുക എന്നുള്ളതാണ് HCLൻ്റെ. റാൻബാക്സി ലബോറട്ടറി, മരുന്ന് നിർമ്മാണ കമ്പനിയായ റാൻബാക്സി ലബോറട്ടറിയുടെ മിഷൻ എന്താണെന്ന് വെച്ചാൽ ടു ബിക്കം എ റിസർച്ച് ബേസ്ഡ് ഇൻ്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. റിസർച്ച് ബേസ് ചെയ്തിട്ടുള്ള ഇൻ്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായി മാറുക എന്നുള്ളതാണ് റാൻബാക്സിയുടെ മിഷൻ. ആ മിഷൻ എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രിസൈസ് ആയിരിക്കും. ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആയിരിക്കും, കമ്മ്യൂണിക്കേറ്റഡ് ടു ഓൾ കൺസേൺഡ്, എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കും. ഇറ്റ് ഷുഡ് ബി മോട്ടിവേറ്റിംഗ് ആയിരിക്കും. ഇറ്റ് ഷുഡ് ബി ഫീസിബിൾ ബട്ട് നോട്ട് ഇമ്പോസിബിൾ. ഫീസിബിൾ ആയിരിക്കും പക്ഷേ ഇമ്പോസിബിൾ അല്ലായിരിക്കും, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല മിഷൻ. ഇറ്റ് ഷുഡ് ബി ഡിസ്റ്റിങ്റ്റീവ്, എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒന്നായിരിക്കും. ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ടെൽ അബൌട്ട് വേരിയസ് എലിമെൻറ്റ്സ് ഓഫ് സ്ട്രാറ്റജി ടു ബി ഫോളോഡ് ബൈ ദി ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജിയെക്കുറിച്ച് അത് ഒരു ചിത്രം നമുക്ക് നൽകും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് മേ ഇൻഡിക്കേറ്റ് ദാറ്റ് കമ്പനി ഈസ് ലൈക്ലി ടു ഫോളോ എ കോമ്പിനേഷൻ ഓഫ് സ്റ്റെബിലിറ്റി, ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പോൾ ഈ കോമ്പിനേഷൻ ഓഫ് സ്റ്റെബിലിറ്റി, ഗ്രോത്ത്, ഡൈവേഴ്സിഫിക്കേഷൻ എന്ന സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് മിഷനിൽ അത് വ്യക്തമായിരിക്കും. ഇറ്റ് ഷുഡ് ഓൾസോ ഇൻഡിക്കേറ്റ് ദി മാനർ ഇൻ വിച്ച് ദ ഒബ്ജക്റ്റീവ്സ് ആർ ടു ബി അച്ചീവ്ഡ്. എങ്ങനെയാണ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നത് എന്നും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഒരു ബൗണ്ടറി നൽകുന്നുണ്ട്. മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് അക്നോളജ്മെൻറ്റ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കി തരുന്നുണ്ട്. മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? മിഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു നീഡ് എന്ന് പറഞ്ഞാൽ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് പർപ്പസ്. നമ്മുടെ പർപ്പസ് എന്തായിരിക്കണം? യൂണിറ്റി ഉണ്ടായിരിക്കണം. ബേസിസ് ഓഫ് മോട്ടിവേഷൻ്റെ ബേസിസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് മിഷൻ എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ ഫോർ സ്റ്റാൻഡേർഡ് നമ്മൾ മിഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ക്രിയേറ്റ്സ് ഓർഗനൈസേഷണൽ ക്ലൈമാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ മെയിൻറ്റെയിൻസ് ടൈം മാനേജ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. നമ്മുടെ മിഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് സാധിക്കുന്നത്. ബേസ് ഫോർ അലോക്കേഷൻ ഓഫ് ടാസ്ക്, നമ്മുടെ ടാസ്ക് അലോക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ബേസ് ഏതായിരിക്കും? മിഷൻ ആയിരിക്കും. മീൻസ് ഓഫ് കൺട്രോൾ, നമ്മൾ കൺട്രോളിൻ്റെ മീൻസ് ആയിട്ട് സെർവ് ചെയ്യുന്നത് മിഷനാണ്. അപ്പോൾ യൂണിറ്റി, പർപ്പസ്, മോട്ടിവേഷൻ്റെ ബേസ്, ഫൗണ്ടേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്, ക്രിയേറ്റ് ഓർഗനൈസേഷണൽ ക്ലൈമാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മെയിൻറ്റെയിൻസ് ദി ടൈം, അതുപോലെ പ്രൊവൈഡ്സ് ബേസിസ് ഫോർ അലോക്കേഷൻ ഓഫ് ടാസ്ക്, സർവീസ് ആസ് എ മീൻസ് ഓഫ് കൺട്രോൾ. ഇതൊക്കെ ആണ് മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിഷൻ്റെ നീഡ് ഇതൊക്കെയാണ്. ദെൻ ബിസിനസ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുകയാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. ബിസിനസ്സിൻ്റെ ഡെഫിനേഷനനുസരിച്ച് ഒരു ബിസിനസ് എന്നതിൻ്റെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ it is an elaboration of business scope or span it will play in. അതിൻ്റെ ബിസിനസ്സിൻ്റെ സ്കോപ്പും അതിൻ്റെ സ്പാനും ആണ് ബിസിനസ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു എലാബറേഷൻ ഓഫ് ബിസിനസ്സിൻ്റെ ബിസിനസ്സിൻ്റെ എത്രത്തോളം എന്തൊക്കെയാണ് അതിൽ വരാൻ സാധ്യതകളെല്ലാം അതിൻ്റെ ഡെഫിനിഷനിൽ വരും. അത് വിത്ത് സെൽഫ് വിത്ത് ബൗണ്ടറീസ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ് ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ് അതിൻ്റെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ് ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് അവർ ബിസിനസ്
ഈസ് നോട്ട് ഡിറ്റർമിൻഡ് ബൈ പ്രൊഡ്യൂസർ ബട്ട് ബൈ ദി കൺസ്യൂമർ. പീറ്റർ എഫ് ഡ്രക്കർ പറഞ്ഞ വാചകമാണ് പറയുന്നത്. അതായത് ബിസിനസ് എന്നത്, നമ്മുടെ ബിസിനസ് എന്നത് എന്തായിരിക്കണം, കൺസ്യൂമർ സെറ്റ് ചെയ്യുന്നതായിരിക്കണം, അല്ലാതെ പ്രൊഡ്യൂസർ ഡിറ്റർമിൻ ചെയ്യുന്നതാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദ കൺസ്യൂമർ സാറ്റിസ്ഫൈ വെൻ കൺസ്യൂമർ ബൈസ് പ്രൊഡക്റ്റ്, നമുക്ക് കൺസ്യൂമറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ബിസിനസ് കൊണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ബിസിനസ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കണം, എന്താണ് നമ്മുടെ മിഷൻ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കണം, എന്താണ് നമ്മുടെ ഗോൾ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കണം, വിഷൻ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കണം. ഇതാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്. വിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഫ്യൂച്ചർ ആസ്പിറേഷൻസ് ഒക്കെ അതിലുൾപ്പെടും. എന്തൊക്കെ ഫ്യൂച്ചർ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വിഷനിലുണ്ടാകും. അതായത് വിത്തൗട്ട് സ്പെസിഫൈങ് ദി മീൻസ് ടു ബി യൂസ് ടു അച്ചീവ് ദി സെൻസ്, അതിന് നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു മീൻസ് നമുക്ക് പറഞ്ഞുകൊള്ളണമെന്നില്ല, പക്ഷെ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കാഴ്ചപ്പാടായിരിക്കും വിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ എന്തൊക്കെയാണ്, നമ്മുടെ ആസ്പിറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അതൊക്കെ ഈ വിഷൻ എന്നുള്ളതിൽ, അത് വിഷനാണ് നമുക്ക് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ എംപ്ലോയീസിൻ്റെ ഇടയിൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും. ഈ ടെൻഷൻ എന്ത് ചെയ്യുന്നു, നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വിഷൻ എന്ത് ചെയ്യും, എന്തായിരിക്കും നമ്മുടെ വിഷൻ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാൻ വേണ്ടിയിട്ടാണ് വിഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്. പക്ഷേ വേറൊരു കാര്യം കൂടി അത് സന്ദർഭമായിട്ട് പറയുകയാണ്, വിഷൻ വിത്തൗട്ട് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കറൻറ്റ് റിയാലിറ്റി വിൽ മോർ ലൈക്ലി ടു ഫോസ്റ്റർ സിനിസിസം ദാൻ ക്രിയേറ്റിവിറ്റി. വിഷൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വിഷൻ നമ്മൾ കറൻറ്റ് റിയാലിറ്റി കൂടി ചേർത്ത് മാത്രമേ വിഷൻ പറയാൻ പാടുള്ളൂ എന്നാണ്. വിഷൻ എന്തുണ്ടായിരിക്കും, മോട്ടോ ഉണ്ടായിരിക്കും, an appeal to the emotions and aspirations of the നമ്മുടെ എംപ്ലോയീസിൻ്റെ ഒക്കെ മോട്ടിവേറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു അപ്പീൽ ടു ഇമോഷൻസ് ഉണ്ടായിരിക്കണം, വൈകാരിക തലം ഉണ്ടായിരിക്കണം, അതിന് ഇത് മോട്ടോ ഉണ്ടായിരിക്കണം വിഷനെ സംബന്ധിച്ചിടത്തോളം. വിഷൻ അതുകൊണ്ടാണ് ഇമോഷണൽ കമ്മിറ്റ്മെൻ്റ് ആണെന്ന് പറയുന്നത്. വിഷൻ ഒരു ഇമോഷണൽ കമ്മിറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് ദ ഡ്രീം ഓഫ് ദി എൻ്റർപ്രണർ. ഒരു എൻ്റർപ്രണർ സ്വപ്നം എന്താണെന്ന് വ്യക്തമായി പറയുന്നതാണ് വിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നമ്മളെന്ത് ചെയ്യുന്നു, ഗുഡ് വിഷൻ ഓൾവേസ് ഇൻസ്പയറിംഗ് ആയിരിക്കും. ഇറ്റ് ലീഡ് ടു ലോങ് ടേം തിങ്കിങ്, റിസ്ക് ടേക്കിംഗ്, എക്സ്പെരിമെൻറ്റേഷൻ. ഇതാണ് നമ്മുടെ വിജയത്തിലേക്ക് നയിക്കുന്ന വിഷൻ. ഇപ്പോൾ വിഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, വിഷൻ aspire to be global steel industry benchmark for value creation and corporate citizenship. ഒരു സ്റ്റീൽ കമ്പനിയുടെ ഒരു വിഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വി ആസ്പയർ ടു ബി ദി ഗ്ലോബൽ സ്റ്റീൽ ഇൻഡസ്ട്രി ബെഞ്ച്മാർക്ക് ഫോർ വാല്യൂ ക്രിയേഷൻ ആൻഡ് കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ്. കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ്, അതുപോലെ വാല്യൂ ക്രിയേഷൻ, ഇതൊക്കെയാണ് വിഷനായിട്ട് പറയുന്നത്. ഗ്ലോബൽ സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ നല്ലൊരു ഗ്ലോബൽ കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് ഉണ്ടാവുക, അതോടൊപ്പം തന്നെ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുക. അതാണ് വിഷനായിട്ട്, ഒരു കമ്പനിയുടെ വിഷനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് ടാറ്റയുടെ വിഷനാണിത്. ടാറ്റയുടെ വിഷനാണ് കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ്, അതേപോലെ തന്നെ വാല്യൂ ക്രിയേഷൻ എന്നുള്ളതാണ്. അതുപോലെ ഓരോ കമ്പനികൾക്കും ഒരു വിഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഉള്ളതാണ് ഗോൾസ്, ഒബ്ജക്റ്റീവ്സ്. ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആർ എന്താണ്, ചിലപ്പോൾ യൂസ്ഡ് ആസ് വൺ ആൻഡ് സെയിം, ഒരേപോലെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിൽ വ്യത്യാസമുണ്ട്. ഗോൾ എന്നത് ലോങ് ടേം ആണ്, ഒബ്ജക്റ്റീവ് എന്നത് ഷോർട്ട് ടേം ആണ്. നമ്മളിത് സാമാന്യം സിനോണിമസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സിനോണിമസ് ആയി ഉപയോഗിക്കുന്ന ഈ പദങ്ങൾ തമ്മിൽ അതിൻ്റെ പ്രയോഗത്തിൽ വലിയ അന്തരം തന്നെ ഉണ്ട്. അപ്പോൾ എന്താണ് ഗോൾസ്? ഗോൾസ് ആർ അറ്റംപ്റ്റ്സ് ടു മേക്ക് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് മിഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രയോഗിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒന്നാണ് ഗോൾസ് എന്ന് പറയുന്നത്. ഗോൾസ് എന്ന് പറയുന്നത്
ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഗോൾസ് എടുക്കുക. ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഗോൾസ് പറയുന്നത് ടു ബി എ സേഫ് ആൻഡ് സെക്യൂർ എയർലൈൻ. ടു ബി സേഫ് ആൻഡ് സെക്യൂർ എയർലൈൻസ്. ടു ബി സേഫ് ആൻഡ് സെക്യൂർ എയർലൈൻസ്. ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഗോളായിട്ട് പറയുന്നത് ടു ബി സേഫ് ആൻഡ് സെക്യൂർ ഗോൾസ്. ടു ബി സേഫ് ആൻഡ് to be safe and secure എയർലൈൻ എന്നുള്ളത് ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഒരു ഗോളായിട്ടാണ്. മറ്റൊരു ഗോളാണ് ഡെലിവർ സ്ട്രോങ് ആൻഡ് കൺസിസ്റ്റൻറ്റ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. മറ്റൊരു ഗോളാണ് ടു സെക്യൂർ ലെൻഡിങ് ഷെയർ ഓഫ് എയർ ട്രാവൽ ബിസിനസ് വേൾഡ് വൈഡ് വിത്ത് എ സിഗ്നിഫിക്കൻറ്റ് പ്രസൻസ് ഇൻ ഓൾ മേജർ ജിയോഗ്രഫിക്കൽ മാർക്കറ്റ്സ്. ഇങ്ങനെ ഓരോ ഓർഗനൈസേഷനും അതിൻ്റെ ഒരു ഗോൾ എന്തായിരിക്കണം. ഗോൾ എന്ന് പറഞ്ഞാൽ ഡിറൈവ്ഡ് ഫ്രം ഒബ്ജക്റ്റീവ്സ്. ഇത് ഒബ്ജക്റ്റീവ്സ് നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ് ഗോൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പെർഫോമൻസ് മെഷറിങ് പെർഫോമൻസിൻ്റെ സ്റ്റാൻഡേർഡാണ്. ഒരു സ്റ്റാൻഡേർഡ് ഓഫർ ചെയ്യുന്ന ഒന്നാണ് ഗോൾ. നമ്മൾ നിശ്ചയിക്കുന്ന ഗോള് നമ്മൾ പെർഫോമൻസ് അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്ന് നോക്കുന്നത് ഗോളിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ എക്സ്പ്രസ്ഡ് ഇൻ കോൺക്രീറ്റ് ടേംസ്. ഇത് കോൺക്രീറ്റ് ടേംസിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ടൈം ബോർഡായിരിക്കും, വർക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും. അപ്പോൾ ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറൈവ്ഡ് ഫ്രം ഒബ്ജക്റ്റീവ്സ് ആണ്. ഓഫർ സ്റ്റാൻഡേർഡ് ഫോർ പെർഫോമൻസ് മെഷർമെൻറ്റ്. അതുപോലെ എക്സ്പ്രസ്ഡ് ഇൻ കോൺക്രീറ്റ് ടേംസ്. അതേപോലെ തന്നെ ആ ടൈം ബോണ്ട് വർക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും. ഗോൾസ് ഈസ് ടു എസ്റ്റാബ്ലിഷ് എ ജനറൽ ടോൺ ഓർഗനൈസേഷൻ ക്ലൈമാറ്റ് ടു സെർവ് എസ് എ ഫോക്കൽ പോയിൻറ്റ് ഫോർ ദോസ് ഹു ക്യാൻ ഐഡൻറ്റിഫൈ വിത്ത് ദി ഓർഗനൈസേഷൻ പർപ്പസ്. ഓർഗനൈസേഷൻ പർപ്പസിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും ഒരാൾക്ക്. ഒരു ഫോക്കൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ, ഒരു ഗോൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഓർഗനൈസേഷൻ്റെ പർപ്പസ് അതേപോലെ ഡയറക്ഷൻ ഒക്കെ നമുക്ക് വ്യക്തമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത് ഈ ഗോൾ എന്നുള്ളത് കൊണ്ടാണ്. ഗോൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പർപ്പസ് എന്താണെന്നും ആ പർപ്പസിൻ്റെ ഡയറക്ഷൻ ടു ഡിഫർ ദോസ് ഹു ക്യാൻ നോട്ട്. നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഗോൾസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ ക്ലൈമാറ്റ് അത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫോക്കൽ പോയിൻ്റ് ഉണ്ടാവും. നമുക്ക് ഒരു ലക്ഷ്യം എന്നത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ഗോളാണ്. നമ്മുടെ ബ്രോഡായിട്ടുള്ള പർപ്പസിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഗോളാണ്. നമ്മൾ ബ്രോഡായിട്ടുള്ള പർപ്പസ് അല്ലെങ്കിൽ മിഷനാണ് ബ്രോഡ് പർപ്പസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മിഷനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതിനെ നമുക്ക് പ്രാപ്യമാകുന്ന ഒരു കോൺക്രീറ്റ് ടേമിലേക്ക് മാറ്റിയെടുക്കുന്നത് ഗോൾസാണ്. ഗോൾസിന് നമുക്ക് രണ്ട് തരത്തിലുള്ള ഗോൾസ് ഉണ്ട്. ഫിനാൻഷ്യൽ ഗോൾസ് ഉണ്ട്, നോൺ ഫിനാൻഷ്യൽ ഗോൾസ് ഉണ്ട്. ഫിനാൻഷ്യൽ ഗോൾസ് നമ്മൾ പറയുകയാണെങ്കിൽ പ്രോഫിറ്റബിലിറ്റി, നമ്മൾ ഇത്ര ശതമാനം പ്രോഫിറ്റ് നമ്മൾ ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്ന ഗോൾസ്. അതേപോലെ തന്നെ നോൺ ഫിനാൻഷ്യൽ ഗോൾ എന്ന് പറയുമ്പോൾ വി വിൽ ഓപ്പറേറ്റ് ഓൺലി ദോസ് ബിസിനസ് ദാറ്റ് ആർ നമ്പർ 1 ഓർ നമ്പർ 2 ഇൻ ദർ ഗ്ലോബൽ മാർക്കറ്റ്. ഗ്ലോബൽ മാർക്കറ്റ് നമ്പർ 1 ഓർ നമ്പർ 2 ആയിട്ടുള്ള ബിസിനസ്സാണ് നമ്മുടെ നോൺ ഫിനാൻഷ്യൽ ഗോളായിട്ട് നമുക്ക് പറയാതെ. ബോയിങ്ങിൻ്റെ ഒരു ഗോളാണ്. ബോയിങ് എയർലൈൻസിൽ, അമേരിക്കയുടെ ബോയിങ് എയർലൈൻസിൻ്റെ ഗോളാണ് പറഞ്ഞിട്ടുള്ളത്. ഗോളിൻ്റെ പ്രത്യേകതകൾ, ഗോള് ബോത്ത് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യലിൽ സ്പീക്ക് ചെയ്യുന്ന കാര്യമാണ് ഗോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ cannot be reached with a stretch. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ദേ ക്യാൻ ബി റീച്ച്ഡ് വിത്ത് എ സ്ട്രെച്ച്. നമുക്ക് ഒരു ഒരൊറ്റ സ്ട്രെച്ചിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യലായിട്ട് നമ്മൾ പവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിൻ്റ് ആയിരിക്കും ഗോൾ. അത് കട്ട് അക്രോസ് ഫങ്ഷണൽ ഏരിയാസ്. നമ്മൾ ഫങ്ഷണൽ ഏരിയാസ് എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട് ഫങ്ഷണൽ ഏരിയാസ്. അത് നമ്മുടെ ഗോൾസിനെ എന്താക്കി മാറ്റാം, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുള്ള
ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വീതിച്ച് നൽകാവുന്ന ഒന്നായിരിക്കും. ഈ ഒരു മൊത്തം എൻ്റയർ ഓർഗനൈസേഷൻ ഗോൾ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വിവേചിച്ച് നൽകുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത് കട്ട് അക്രോസ് ഫങ്ഷണൽ ഏരിയാസ് എന്ന് പറയുന്നത്. ദെൻ ഒബ്ജക്റ്റീവ്സ് ആണ് നെക്സ്റ്റ്. ഗോൾസ് എന്ന് പറയുന്നത് ലോങ് ടേം ആണെങ്കിൽ, ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഷോർട്ട് ടേം ആണ്. സ്പെസിഫിക് ഇൻറ്റൻഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ്റെ സ്പെസിഫിക് ഇൻറ്റൻഷനാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ഡു ഇറ്റ് മോർ പ്രിസൈസ് ടേംസ്, കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ടുള്ള ടേംസിലായിരിക്കും നമ്മൾ ഒബ്ജക്റ്റീവിനെ പറ്റി പറയുക. അത് വിൽ ബി അക്കംപ്ലിഷ്ഡ് ഇൻ ഓർഡർ ടു റീച്ച് ദി ഗോൾസ്. നമ്മൾ ഗോൾസ് റീച്ച് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ നമ്മൾ അക്കംപ്ലിഷ് ചെയ്യണം എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എൻ ഫോർ അച്ചീവ്മെൻറ്റ് വിച്ച് മാനേജീരിയൽ ആക്ടിവിറ്റീസ് ആർ ഡയറക്റ്റഡ്. നമ്മുടെ മാനേജീരിയൽ ആക്ടിവിറ്റീസ് ഏത് ഒബ്ജക്റ്റീവ്സാണ്, ഏത് അച്ചീവ്മെൻറ്റ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അതാണ് ഒബ്ജക്റ്റീവ് ഉണ്ട്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പർപ്പസ് ആണ്, ദ അറ്റൈൻമെൻറ്റ് വിച്ച് ഈസ് നെസറി ഫോർ ദി ബിസിനസ്. ഒരു ബിസിനസ്സിന് നിർബന്ധമായിട്ടും ഫുൾഫിൽ ചെയ്തിരിക്കേണ്ട ഒന്നാണ് ഒരു പർപ്പസ് ആണെങ്കിൽ അത് ഒബ്ജക്റ്റീവ് എന്ന് പറയും. An organization can grow in orderly way if we well defined goals and objectives. ഒരു ഓർഗനൈസേഷൻ നല്ലൊരു വെൽ ഡിഫൈൻഡ് ഗോൾസും ഒബ്ജക്റ്റീവ്സും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നന്നായി വളരാൻ സാധിക്കും. ഒബ്ജക്റ്റീവ്സിൻ്റെ പ്രത്യേകത ഇത് പ്രീ റിക്വസിറ്റ്സ് ഫോർ പ്ലാനിങ് ആണ്. നമ്മൾ പ്ലാനിങ്ങിന് ആവശ്യമായിട്ട് എടുക്കുക ഒബ്ജക്റ്റീവ്സിനെയാണ്. നോ പ്ലാനിങ് ഈസ് പോസിബിൾ വിത്തൗട്ട് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാതെ നമുക്ക് പ്ലാനിങ് നടക്കില്ല. അപ്പോൾ നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനിങ് ആണെങ്കിൽ ഫോർമുലേഷൻ ഓഫ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. എന്താണ് ഒബ്ജക്റ്റീവ് എന്നുള്ളത്? ഒബ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാനിങ് നമുക്കത് ഹെൽപ്ഫുള്ളാവുള്ളൂ. നമ്മുടെ മാനേജറിയൽ ഫങ്ഷൻസ് ആയിട്ടുള്ള ഓർഗനൈസിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ് ഒക്കെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുന്നു. അതുകൊണ്ട് ക്ലിയർ കട്ടായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് നമ്മുടെ പ്രോപ്പർ ഡിസിഷൻ മേക്കിങ്ങിന് സാധിക്കുകയും അതുവഴി നമ്മുടെ ബെറ്റർ അച്ചീവ്മെൻറ്റിന് നമുക്ക് സഹായിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ പറഞ്ഞിട്ടുള്ള പ്ലാനിങ് സാധിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, പ്രോഫിറ്റ് ഏർണിംഗ് വാസ് കൺസിഡേർഡ് ടു ബി ഓൺലി ഒബ്ജക്റ്റീവ് ഓഫ് ദി ബിസിനസ്. ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ പ്രോഫിറ്റ് ഏർണിംഗ് ആണ് ഒബ്ജക്റ്റീവായിട്ട്. പക്ഷേ ഇത് ഒരിക്കലും എന്തല്ല, പ്രോഫിറ്റ് മാത്രമല്ല ഒരു ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പം നമുക്ക് മറ്റുള്ള പ്രോഫിറ്റ് അല്ലാത്ത ഒബ്ജക്റ്റീവ്സും ഉണ്ടാവാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടാർജറ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ടാർജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ടാർജറ്റ്സ് പീപ്പിൾ സീക്ക് ടു അച്ചീവ് ഓവർ വേരിയസ് ടൈം പീരീഡ്. ഒരു ടൈം പീരീഡിൽ അച്ചീവ് ചെയ്യേണ്ട ടാർജറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റീവ്സ് എന്ന് വിളിക്കാം. ഒബ്ജക്റ്റീവ്സ് ആറ് ഔട്ട്കംസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ ഔട്ട്കം ആയിരിക്കും. അതിപ്പം നമ്മൾ ഓൾറെഡി ഉള്ളത് എന്താണ്, അതിനെക്കുറിച്ചല്ല ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്താണ്, നമ്മൾ ഡിസൈർഡ് ആയിട്ടുള്ള റിസൾട്ട്സിനെയാണ് ഒബ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നത്. കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണോ ഒരു ഓർഗനൈസേഷൻ ട്രൈങ് ടു അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ദേ ആർ ടാർജറ്റ്സ് ഫോർ സ്ട്രാറ്റജി ഡിസിഷൻ. നമ്മൾ സ്ട്രാറ്റജി ഡിസിഷൻ്റെ ടാർജറ്റ് എന്താണോ ആ ടാർജറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്, ഒബ്ജക്റ്റീവ്സ് വിളിക്കുന്നത്. ഒബ്ജക്റ്റീവ് ഈസ് എ ജനറിക് ടേം വിച്ച് എംബ്രാസസ് ഫെയർലി വൈഡ് റേഞ്ച് ഓഫ് ടാർജറ്റ് ഓഫ് വേരിയസ് ടൈപ്സ്. പലതരത്തിലുള്ള ടാർജറ്റുകൾ ചേർന്നിട്ടുള്ള ഒന്നാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയെന്ന് നോക്കാം. അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് നമുക്ക് ഒബ്ജക്റ്റീവ്സ് നമുക്ക് നോക്കാം. LICയുടെ ഒബ്ജക്റ്റീവ്സ് എടുക്കാം. സ്പ്രെഡ് ലൈഫ് ഇൻഷുറൻസ് വൈഡ്ലി, അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് തന്നെയാണ്. സ്പ്രെഡ് ലൈഫ് ഇൻഷുറൻസ് വൈഡ്ലി ഇൻ പെർട്ടിക്കുലർ ടു റൂറൽ ഏരിയാസ്. അങ്ങനെ നീണ്ടു പോകുന്നുണ്ട് ഒബ്ജക്റ്റീവ്സ്.
പറയാണ്. സ്പ്രെഡ് ലൈഫ് ഇൻഷുറൻസ് വൈഡ്ലി ആൻഡ് പർട്ടിക്കുലർ ടു റൂറൽ ഏരിയാസ് ആൻഡ് ടു സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ് വിത്ത് എ വ്യൂ ടു റീച്ചിങ് ഓൾ ഇൻഷുറബിൾ persons in the country and providing them adequate financial cover against death at reasonable cost. ഇതാണ് ഒബ്ജക്റ്റീവ്. മറ്റൊരു ACCയുടെ ഒബ്ജക്റ്റീവ് അറിയാം. To achieve fair and reasonable return on capital employed by promoting productivity throughout the company. ഇത് രണ്ടിൽ ഒന്നിൽ ഒബ്ജക്റ്റീവ് നമ്മൾ പ്രോഫിറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. അതേസമയം രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ ACCയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് പ്രോഫിറ്റായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ടു അച്ചീവ് എ ഫെയർ ആൻഡ് റീസണബിൾ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ബൈ പ്രോംപ്റ്റിംഗ് പ്രൊഡക്ടിവിറ്റി ത്രൂ ഔട്ട് ദി കമ്പനി. അതുകൊണ്ട് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് എന്താ പറയുക, മെഷറബിൾ ആണെന്ന് പറയാം. ഒബ്ജക്റ്റീവ്സിന് ടൈം ഡയമെൻഷൻ, ടൈം ബോണ്ട് ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഇത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക, കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവുക ഓർഗനൈസേഷനിൽ. ആ കോൺഫ്ലിക്റ്റിനൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതിൽ വലിയ പങ്ക്, കോൺഫ്ലിക്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിൽ വലിയ പങ്ക് ഒബ്ജക്റ്റീവ്സ് വഹിക്കുന്നുണ്ട്. നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ നോക്കാം. Objectives are generally stated in terms of some relevant environment which is external to the organization. Goals are internally focused ആയിരിക്കും. ഒബ്ജക്റ്റീവ്സ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഇത് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഗോൾസ് എന്ന് പറയുന്നത്. Generalized maintaining market leadership, work hard continuously for technologically refinement. ഇതൊക്കെ ഗോളാണ്. ഗോൾ ഇംപ്ലൈ റിസോഴ്സ് കമ്മിറ്റ്മെൻറ്റ് കൂടി ഉണ്ടായിരിക്കും അതിന്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഇൻ ബ്രോഡ് ടേമിലാണ്, ജനറൽ ടേമിലാണ് ഡിറ്റർമിൻ ചെയ്യുക. എന്നാൽ ഗോൾസ് അതല്ല. ഗോൾസ് ആർ വെരി സ്പെസിഫിക് ആയിരിക്കും, സ്റ്റേറ്റഡ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഗോൾസ് എന്തായിരിക്കും, വെരി സ്പെസിഫിക് ആയിരിക്കും, സ്റ്റേറ്റഡ് ഇൻ ടേംസ് ഓഫ് പെർട്ടിക്കുലർ റിസൾട്ട് വിത്ത് ദി ഡെഡ് ടൈം ഇൻ ടേംസ് ഓഫ് ടൈംസ് ഇൻ ടേംസ് ഓഫ് ടൈംസിൽ എന്ത് ചെയ്തിരുന്നു, പെർട്ടിക്കുലർ റിസൾട്ട് ഉണ്ടായിരിക്കണമെന്ന് അത് സ്പെസിഫൈ ചെയ്തിരിക്കും. വേ ഓഫ് മെഷർമെൻറ്റ്, ഇതിൻ്റെ മെഷർമെൻറ്റ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ക്യാൻ ബി മെഷർഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്. വേസ് മെഷർമെൻറ്റ് ഡിഫറെൻ്റ് ആണ്. ഈ ഗോൾസിൻ്റെയും ഒബ്ജക്റ്റീവിൻ്റെയും മെഷർമെൻറ്റ്, വേസ് ഓഫ് മെഷർമെൻറ്റ് ഡിഫറെൻ്റ് ആണ്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഗോൾസ് നമുക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. എക്സാമ്പിളായിട്ട് 12% ഗ്രോത്ത് ഇൻ ടേൺ ഓവർ ഇൻ നെക്സ്റ്റ് ഇയർ. The achievement of this goal is measurable in spite of the external force coming in the way of achievement. ഇത് നമുക്ക് എന്താ ക്വാണ്ടിറ്റേറ്റീവിൽ പറയാവുന്ന ഒരു ഗോളായിട്ടാണ് എടുക്കുന്നത്. അവരുടെ ഒബ്ജക്റ്റീവ്സ് ടൈംലെസ് ആണ്. ഗോൾ എന്നുള്ളത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒബ്ജക്റ്റീവ്സ് ടൈംലെസ് ആണ്. എൻഡറിങ് ഓർ ലോങ് ലാസ്റ്റിംഗ് ആണ്. അതേസമയം ഗോൾസ് എന്ന് പറയുന്നത് ടൈം ഫേസ്ഡ് ആണ്, ടെമ്പറലാണ്, ഇൻറ്റൻഡഡ് ടു സൂപ്പർസീഡഡ് ബൈ സബ്സിക്വൻറ്റ് ഗോൾസ് ഉണ്ട്. ഒബ്ജക്റ്റീവ്സ് ആർ റിലേറ്റഡ് ടു ഓൺ ഗോയിങ് ആക്ടിവിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. എന്നാൽ ഒബ്ജക്റ്റീവ്സ് സർവൈവൽ, ഗ്രോത്ത് ഇതൊക്കെ എന്തായിരിക്കും, കംപ്ലീറ്റ്ലി അറ്റൈൻ ബിക്കോസ് നോൺ അറ്റൈനബിലിറ്റി എന്തുണ്ട്, അവിടെ പോസിബിലിറ്റീസ് ഉണ്ട്. ആ ഗോൾ എന്ന് പറയുന്നത് ഷോർട്ട് ലീവേർഡാണ്, ആസ് ഇറ്റ് ഈസ് ടൈം ബോണ്ടാണ്. ടൈം ബോണ്ട് ആയിട്ടുള്ള ഒന്നാണ് ഗോൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് എൻഷുർ ചെയ്യുന്നത് ഗ്രോത്ത് എൻഷുർ ചെയ്യും. ഇതൊരു ബിസിനസ് ഡിസിഷൻ്റെ ബേസിസ് ആണ്. സ്റ്റാൻഡേർഡ് ഫോർ പെർഫോമൻസ് ആണ്. സ്റ്റാറ്റസ് ഓഫ് യൂണിറ്റ് ഇൻ എൻവയോൺമെൻറ്റ്. സ്റ്റാറ്റസ് ഓഫ് യൂണിറ്റ് ഇൻ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിസൈഡ് ദി സ്റ്റാറ്റസ് ഓഫ് ദി കമ്പനി ഇൻ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ കമ്പനിക്കുള്ള സ്റ്റാറ്റസ് എന്താണെന്നത് ഡിസൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡീസെൻട്രലൈസേഷൻ്റെ ബേസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഒബ്ജക്റ്റീവ്സ് ആണ്.
ഒബ്ജക്റ്റീവ്സ് സെറ്റിംഗ് ചെയ്യുക എന്നുള്ളത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ദെൻ ഈ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നും ഗോൾസ് എന്താണെന്നും അത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ സ്ട്രാറ്റജി ഫോമുലേറ്റ് ചെയ്യാൻ സ്ട്രാറ്റജി ഫോമുലേഷൻ കൊണ്ട് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എൻ്റെ സ്ട്രാറ്റജിക് ഫോമുലേഷൻ്റെ തുടക്കമാണിന്ന് നൽകിയിട്ടുള്ളത്. ഓക്കെ.